തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തീവണ്ടിയിൽ നിന്ന് പോലീസ് സംഘത്തെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതിയായ മുക്കം പൂളപ്പോയിൽ സ്വദേശി പുല്ലമ്പാരി പറമ്പിൽ മുഹമ്മദ് ഹനീഫ് 36 ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്രക്കിടയിൽ കർണാടക കലബുർഗി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് 5:30-നോടെയാണ് മുഹമ്മദ് ഹനീഫ പോലീസിന്റെ വലയിലായത്. കോഴിക്കോട് റൂറൽ SP ഫറാഷ് T IPS, താമരശ്ശേരി DYSP P വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം ശക്തമാക്കിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പ്രതി മുഹമ്മദ് ഹനീഫയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. 10 ദിവസം മുമ്പാണ് പോലീസ് 6-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ഡൽഹിയിലേക്ക് തെളിവെടുപ്പിന് രാജധാനി എക്സ്പ്രസിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഗുജറാത്തിലെ വഡോദരയിൽ വെച്ച് പോലീസിനെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത്. ഇതേ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പ്രഖ്യാപിച്ച് പ്രതിയെ പിടികൂടാൻ എല്ലാ മേഖലയിലും പോലീസ് സംഘം വലവീശിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് മുക്കത്ത് വെച്ച് 2 കിലോഗ്രാമിലേറെ തൂക്കം വരുന്ന MDMA-യുമായി മുഹമ്മദ് ഹനീഫ പിടിയിലായത്. മുക്കം അഗസ്ത്യമൊഴി മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ചാണ് ജില്ലാ നാർക്കോട്ടിക് സെല്ലിന്റെ ഡാൻസ് ഓഫ് സംഘമടക്കമുള്ള പോലീസ് സംഘം പ്രതിയായ മുഹമ്മദ് ഹനീഫയെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണാശ്ശേരിയിലെ കയ്യേരിക്കലിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലടക്കം 2 കിലോയിലധികം MDMA കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. മുഹമ്മദ് ഹനീഫ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതായുള്ള വിവരം. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.